മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഒരു 4 മണിക്കൂർ 76 വയസ്സുള്ള ഒരു അമ്മുമ്മ ജീവിതത്തിനു വേണ്ടി പോരാടുന്ന ഒരു ദൃശ്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ കണ്ടവരെല്ലാവരും ഒരു നിമിഷമെങ്കിലും നെഞ്ചിൽ കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവരുടെ ജീവന് വേണ്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് മരടിലുള്ള ആ പ്രദേശത്താണ്. ഇവിടെയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചതുപ്പിലായിരുന്നു കമലാക്ഷി അമ്മ 4 മണിക്കൂർ മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആ പോരാടിയ നിമിഷം. ഈ സമീപ പ്രദേശത്ത് വർഷങ്ങളായി ജോലിക്ക് പല വീടുകളിലും ജോലിക്ക് പോകുന്ന ഒരു അമ്മയായിരുന്നു കമലാക്ഷി അമ്മ. ഇന്നലെയും പതിവ് പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് തന്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി എളുപ്പ വഴി തേടി, അതായത് ഈ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ്, ഇവിടെ കൂടി വരുന്ന വഴിയായിരുന്നു. ഇത്തരത്തിൽ ഈ സിമന്റ് ഇവിടെ കിടക്കുന്നത് അമ്മ കണ്ടിരുന്നു. പക്ഷേ അത് ഉണങ്ങിയ സിമന്റ് ആണെന്ന് കരുതിയാണ് ഇതിലേക്ക് നടന്നു നീങ്ങിയത്. പക്ഷേ അതൊരു ചതുപ്പായിരുന്നു. ആ ഉള്ളിലേക്ക് സിമന്റ് ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഇതിന്റെ ഉള്ളിലേക്ക്, ഈ ചെളിയിലേക്ക് അവർ താഴ്ന്നു പോവുകയായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30 കൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. ഈ ശീമക്കൊന്നയുടെ ശിഖരങ്ങളിൽ പിടിച്ചായിരുന്നു അവർ തന്റെ ജീവൻ നിലനിർത്തിയത്. ഏകദേശം 4 മണിക്കൂറോളമാണ് ഇങ്ങനെ ജീവൻ മരണ പോരാട്ടം അവർ നയിച്ചത്. അതിനുശേഷം ഏകദേശം ഒരു 3 മണിയോട് കൂടിയായിരുന്നു സമീപ പ്രദേശത്തുള്ള അയൽവാസി ഈ ദൃശ്യം യാദൃശികമായി കണ്ടത്. അവർ ആദ്യം വിചാരിച്ചു മറ്റ് മൃഗം എന്തെങ്കിലും ആയിരിക്കും ഇവിടെ ഇത്തരത്തിലൊരു ശബ്ദം കണ്ടതെന്ന് തോന്നിയതാണ് അവർ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ട് അവരും ഞെട്ടി. ഉടൻ തന്നെ സമീപത്തുള്ള ആളുകളെ എല്ലാം വിളിച്ച് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ കമലാക്ഷി അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായി. സിമന്റ് നല്ല കട്ടി സിമന്റ് ആയിരുന്നു. ഇപ്പോൾ അതിലേക്ക് പകുതി ഭാഗം ഏകദേശം ഈ ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുന്ന തരത്തിൽ മാത്രമായിരുന്നു. ബാക്കി ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഈ സിമന്റിന്റെ ഉള്ളിലേക്ക് പൂന്തി പോയിരുന്നു. ഇവരുടേതായിട്ടുള്ള നാട്ടുകാരുടെ എല്ലാ ശ്രമത്തിൽ ഇവരെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തിയാണ് ഇവരുടെ ജീവൻ രക്ഷിച്ചത്. എന്നോടൊപ്പം ഈ അയൽവാസികളെല്ലാം ഉണ്ട്. ഇവരാണ് ഇന്നലെ ആ ഒരു ജീവൻ രക്ഷിക്കാൻ, കമലാക്ഷി അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിട്ട് നിന്നത്. ഈ ചേച്ചിയാണ് ആദ്യം ഇത് കണ്ടത്. ചേച്ചി, ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം കണ്ടത്. എന്തായിരുന്നു ആ സമയത്ത്, എന്താ കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്? ഇവിടെ ഇറങ്ങിയല്ല, മുകളിലത്തെ നിലയില് നമസ്കരിക്കാൻ കയറി. അപ്പൊ ആ ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് പുറത്തോട്ട് നോക്കുമ്പോ ഇങ്ങനെ ഒരു അനക്കം കേട്ട് ആദ്യം ശ്രദ്ധിച്ചില്ല, വല്ല മൃഗങ്ങളായിരിക്കുമെന്ന് വിചാരിച്ച്. പിന്നീട് പുറത്തിറങ്ങി നോക്കുമ്പോൾ കൈ കണ്ട്. അങ്ങനെ കണ്ടപ്പം പെട്ടെന്ന് ഒരു ഷോക്കായി. പിന്നെ പെട്ടെന്ന് ചേച്ചി വിളിച്ച് എല്ലാവരും ഓടി വന്ന്. ചേട്ടൻ ആദ്യം ഇറങ്ങിയത്. അപ്പം പറ്റില്ല, പിന്നെ ആവുന്ന രീതിയിലൊക്കെ നോക്കി. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്നാൽ രക്ഷപ്പെടുത്തിയത്. കമലാക്ഷി അമ്മയുടെ നിലവിളിയോ അങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഈ കൈ അത് പുറത്തിറങ്ങുമ്പോഴാണ് ഈ കൈയാണ് ഒരു കൈയാണെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വലിയ മൃഗങ്ങളോ മറ്റെന്തെങ്കിലും ആണെന്ന് വിചാരിക്കത്തുള്ളൂ. അതെ, ഈ ചേച്ചിയുടെ സമയോചിതമായ ഇടപെടലാണ് ആ വലിയൊരു ജീവൻ രക്ഷിക്കാനായി സഹായിച്ചത്. ഈ ചേട്ടനാണ്, അയൽവാസിയാണ്. ഇദ്ദേഹമാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമങ്ങളൊക്കെ നടത്തിയത്. ചേട്ടാ, അത് രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആദ്യം നടന്നില്ല അല്ലെ? എന്തായിരുന്നു ചെയ്തത്? പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ അത് കാരണം നടന്നില്ല. അങ്ങനെ എല്ലാവരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് ആർക്കും സാധിക്കാതെ വന്നപ്പോഴാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. ആദ്യം ഈ സീനത്ത് എന്ന് പറഞ്ഞ കണ്ട് എന്നെ വിളിച്ച് അങ്ങനെ സംഭവം ഉണ്ടായത്. ഈ കമലാക്ഷി ഇവിടെ സ്ഥിരം ജോലിക്ക് വരുന്ന ഈ വീടുകൾ വർഷങ്ങളായി ഇവിടെ വരുന്നവരാണോ? മിറ്റുടിക്കാൻ വന്നവരാ അവര്. അപ്പൊ മിറ്റുടിച്ച് കഴിഞ്ഞ പുള്ളിക്ക് ആ പറമ്പിൽ കൂടി ഇറങ്ങി പോന്നതാ. റോട്ടിൽ കൂടി ഇങ്ങനെ ഇതിലേ പോകാൻ വേണ്ടി വന്നതാ. അവരങ്ങനെ വന്നതാ അവര്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇത്ര താന്നു പോകുന്ന അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതിനു മുമ്പും കമലാക്ഷി അമ്മ ഇത്തരത്തിലൊരു എന്തായിരുന്നു സംഭവം? അതും പുള്ളി അതിലേ വന്നപ്പോഴത്തേനും അത് വീട്ടിലോട്ട് പോണായിരുന്നു പുള്ളി. അപ്പൊ അതിലേ വന്നപ്പോഴത്തേനും തന്നെ അത് കാല് തന്നെ വീഴി അങ്ങോട്ട് ചെയ്തത്. പക്ഷെ വേസ്റ്റ് മണ്ണ് കണ്ട് പുള്ളി ചവിട്ടിയപ്പോ അങ്ങ് താന്നുപോയി. ഫുള്ളും അങ്ങ് താന്നുപോയി. പിന്നെ വീട്ടിൽ കയറി ഞാൻ പുള്ളിനെ മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് പറഞ്ഞു വിട്ടു. ഇത്തരത്തിൽ ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം എന്താ? എങ്ങനെയാണ് ഇവിടെ എത്തിക്ക് ഇത്രയും വേസ്റ്റുകൾ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന, അതായത് ആള് നോട്ടമില്ലാത്താണോ എന്ന് എനിക്കറിയില്ല, ആരും നോക്കത്തില്ലല്ലോ. പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് പച്ചപ്പ്, ആരും നോക്കുന്നില്ല, ഉടമസ്ഥനില്ലാത്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ അവർ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത്. എനിക്കറിയത്തില്ല. കുറേ പീലിംഗ് വേസ്റ്റ് ഒരു പ്രാവശ്യം ഇതുപോലെ കുറേ പ്രാവശ്യം ഒരു
6-7 ദിവസത്തോളം അവർ കൊണ്ടുവന്നടിച്ചു. ലാസ്റ്റ് ഞാനാണ് അവരോട് പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലൈന്റ് പോകും എന്ന് പറഞ്ഞിട്ടാണ് അവർ നിർത്തിയത്. അതിനു മുമ്പ് കാരണം ആ അമ്മാമ്മ തന്നെയാണെങ്കിലും സാധാരണ ഈ വഴിക്ക് നടക്കുന്ന വ്യക്തിയാണ്. അപ്പൊ സാധാരണ തോട് പോലുള്ള സ്ഥലമാണ്. അപ്പൊ അവർ നടന്ന് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ വഴിക്ക് നേരത്തെയുള്ള ആ ഒരു മരത്തിന്റെ ആ സൈഡിൽ കൂടെ അവർ പോകുന്നത്. ആ സമയം അവരവിടെ താന്നുപോയി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് സംഭവം ചെളിയാണ്. അപ്പൊ അവർ അതിലേ പോരാതെ തൊട്ടടുത്ത വീട്ടിലെ തന്നെ സൈഡിൽ കൂടി ഇങ്ങോട്ട് പോന്നു. പക്ഷെ ഈ പീലിംഗ് വേസ്റ്റ് ഒഴുകി, നല്ല മഴയായിരുന്നല്ലോ, മഴയത്ത് ഒഴുകി ഈ ഒരു സൈഡിലേക്ക് കിടന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവർ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് താഴെ. കാരണം അവർ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് എനിക്ക് തോന്നി, നോക്കിയപ്പോഴത്തേക്കും നല്ല ഉറച്ചു കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചവിട്ടി പോരാൻ. പക്ഷെ 2 കാലും താന്നുപോയി. വന്നപ്പോൾ തന്നെ ഞാൻ പറ്റില്ല, ഈ ചേട്ടൻ കണ്ടിട്ട് ഞങ്ങൾ നോക്കി, ആദ്യം നോക്കിയിട്ട് ഏണിയൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. സിമെന്റിന്റെ ഇതായതുകൊണ്ട് നടക്കുന്നില്ല. അപ്പൊ തന്നെ ഞങ്ങള് ഫയർഫോഴ്സിന് ഓൺ ദ സ്പോട്ട് ആരും കുറച്ച് പേരുള്ളെങ്കിലും അപ്പൊ തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് കേട്ട പാതി കേൾക്കാത്ത മതി, അവർ വേഗം വന്നു. പോലീസും ആണെങ്കിലും വേഗം വന്നു. അവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം അമ്മാമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നു. ഈ ഒരു പ്രദേശം നമ്മൾ കാണുമ്പോൾ തന്നെ നിറച്ച് കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഇത്തരം വേസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു പരാതി നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നോ? പരാതി ഞങ്ങള് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ മഴയത്ത് മരം വീണായിരുന്നു. മരം പോസ്റ്റൊക്കെ വീണ് ഈ നിൽക്കുന്നവരുടെ വീട്ടിലേക്ക് പോസ്റ്റും മരവും കൂടെ വീണിട്ട് ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും, ഈ വഴിക്കാരെല്ലാവരും കൂടെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പിട്ട് ചെയർമാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം ഇവരാണെങ്കിലും ഇപ്പൊ സീനത്ത് എന്ന് പറഞ്ഞ ആ ചേച്ചി ഇപ്പൊ ഇവരുടെ ഈ സൈഡിൽ നിറച്ച് പാമ്പും ഈ എന്താ പറയാ കീരിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഇവര് സംസാരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി. പക്ഷെ ആർക്കും ഒരു ഉത്തരവാദിത്തം, അതായത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുവാണ്. ഇപ്പൊ പിള്ളേര് ഞങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം, നിറച്ച് വീടുകളുണ്ട്. ഇവര് നമ്മള് ഈ വഴി കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ചേച്ചി തന്നെയാണെങ്കിലും അവരുടെ ആളെ നിർത്തി അവര് വഴി ക്ലിയർ ചെയ്ത് പോവാ. പക്ഷെ പിള്ളേരാണെങ്കിലും എല്ലാവരും നടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ നടക്കാം ഇങ്ങനെ കിടക്കുന്ന ഒരു പറമ്പില്. അപ്പൊ അത് എന്താ പറയാ, അധികാരികളുടെ കൺമുമ്പിലേക്ക് എത്തിച്ചിട്ട് എത്രയും വേഗം ഈ ഒരു സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ ചെയ്ത് ഇനിയും ഒരു ആപത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ച് ഈ പ്രദേശവാസികളെ ഒന്ന് സഹായിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഇത്തരം ഒരു പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് നഗരസഭയുടെ കൂടി ഒരു കാര്യമാണ്. അവർ എത്രയും വേഗം ഈ ഒരു കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെ നമ്മളും വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ കൃത്യമായ ഇടപെടൽ, അത് അവർ അഭിനന്ദനം അർഹിക്കുന്നത് കൂടിയാണ്. അത് ഇവരുടെയൊക്കെ ഉചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. 4 മണിക്കൂറാണ് കിടന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ അതിലെ വന്ന് നീർന്ന് കിടക്കാന്നാ വിചാരിച്ച. ചാടി ഇറങ്ങപ്പോ ഇവിടം വരെ അങ്ങോട്ട് തന്നുപോയി. അപ്പൊ പിന്നെ പോലീസുകാരൊക്കെ വന്ന് എഴുന്നേപ്പിച്ച് എന്നെ കുളിപ്പിച്ച് അപ്പൊ തന്നെ ഒരു ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ ഞാൻ കിടന്നിട്ട് പറയാം, എന്നെ കുളിപ്പിക്കണ്ട, ഞാൻ വീട്ടിൽ പോയി കുളിച്ചോളാന്ന് അവരോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി കുളിച്ചോളാം, കുളിപ്പിക്കൊന്നും വേണ്ടെന്ന്. അവര് സമ്മതിച്ചില്ല, അവര് കുളിപ്പിച്ചെന്നെ. ആ വഴി എന്തിനാ നടന്നു? അതൊരു കാടാണത്. പക്ഷെ എന്നാൽ എളുപ്പം പോരാ അതിലെ. വേറെ വീട്ടിൽ പോണു എനിക്ക്. അപ്പൊ എളുപ്പം പോരാന്നും പറഞ്ഞ അതിലെ പോകുന്നതാ. അങ്ങനെയാണ് വീണത്. അപ്പൊ ഈ വിളിച്ചതോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല? വിളിച്ചൊന്നുമില്ല ആരെ. അതെന്താ സാധാരണ നമ്മളിങ്ങനെ വീഴുമ്പോ പെട്ടെന്ന് വീണു പോയ പക്ഷെ ഞാൻ എന്നാലും എഴുന്നേക്കാൻ നോക്കി. കാലിന് മുണ്ടൊക്കെ ചുറ്റിയ കാരണം എഴുന്നേക്കാൻ സാധിച്ചില്ല. നല്ല പുതിയ സെറ്റായിരുന്നത്. അതൊക്കെ ചീഞ്ഞ് ആരെയൊക്കെ അവര് കൊണ്ടൊക്കെ. പേടിച്ചില്ലേ? പേടിയൊന്നും എനിക്കില്ല. 2 കൊമ്പ് കിട്ടി എനിക്ക്, അതിൽ പിടിച്ച് കിടന്നു. ഇതെവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? ധൈര്യമൊക്കെ എനിക്കുണ്ടായി. അത് അച്ഛൻ പുന്നാളം തന്ന ധൈര്യം. പിന്നെ അവിടെ ഉള്ളവരൊക്കെ ഓടിയെത്തിയപ്പോ എന്ത് തോന്നി പെട്ടെന്ന്? അവിടെ ഓടിയെത്തക്കാർ കയറിട്ട് കന്ന് ഓമണി കൊണ്ടുവന്ന് വെച്ചാലൊന്നും എനിക്ക് കയറാൻ പറ്റില്ല. മുണ്ട് ചുറ്റിയിട്ടേ കയറാൻ പറ്റില്ല. എന്നാ അവിടെ കിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കൊമ്പി മുറുക്കി പിടിച്ച് അങ്ങനെ കിടന്നു. 2 ചുമക്കൊന്നിട കൊമ്പ് കിട്ടിയാലും പിടിച്ച് കിടന്നേച്ച്. അപ്പോഴാ പോലീസുകാർ വന്നത്. അപ്പൊ ഈ 4 മണിക്കൂർ കടന്നിട്ടും പേടിയൊന്നും തോന്നിയില്ല എനിക്ക്.
അത് ഞാൻ എഴുന്നേറ്റ് വരും എന്നുള്ളൊരു വിശ്വാസം. വിശ്വാസം ഉണ്ടായി. ഞാൻ ചാകൂലെന്ന് എനിക്കറിയാം. ചാകാനുള്ള രോഗമൊക്കെ വന്നു കഴിഞ്ഞതാ. പ്രഷർ നിരക്കറി 9 ദിവസം കോട്ടയത്ത് ആസ്പത്രി കിടന്നതാ. ചോര ചേർത്തിട്ട് 9 ദിവസം. അവിടുത്തെ ഗുളിക ഇന്നും കഴിക്കണം. കോട്ടയത്ത് വൈകുന്നേരം 2 കാലത്ത് 2 കഴിക്കണം എനിക്ക്. എത്ര വർഷമായി വീടുകളിൽ പണിക്ക് പോയി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. അവിടെ ഞാൻ നേരത്തെ പണിയെടുത്തിരുന്ന വീടാണത്. നേരത്തെ ഞാൻ നടന്നു പോകും. ഇപ്പൊ അവരടിച്ചു നിന്നപ്പോ അവര് പറഞ്ഞു ഒരു വീട്ടിൽ ഞാൻ മാത്രം അടിച്ചാൽ മതി, വേറെ ആരും അടിക്കേണ്ടത്. അത് നിർബന്ധമാണത്. അപ്പൊ ഞാനങ്ങനെ പോണതാ. വൃത്തിയായിട്ട് അടിക്കണ കമലാക്ഷി തന്നെ വേണമെന്ന്. ഇപ്പൊ 76 വയസ്സ്. ഇപ്പൊ 76 വയസ്സ്. ഇപ്പോഴും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഒരു പ്രശ്നമില്ല എനിക്ക്. പിന്നെ ചെളിയിൽ വീണല്ല. അപ്പൊ ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനൊരു മകനും മാത്രമേ. മോൻ കണ്ട് പേടിച്ചില്ലേ? ഇല്ല. മകൻ തിരക്കി വന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടെന്ന് ആരണ്ട് പറഞ്ഞറിഞ്ഞ് അങ്ങനെ അവൻ വന്നതോടെ. അന്നപ്പോ അമ്മക്ക് എന്ത് പറ്റിയമ്മേ. അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റ് ഇല്ല എനിക്കൊന്നും പറ്റിയില്ലടാന്ന് പറഞ്ഞു. അങ്ങനെ അവന് സമാധാനിച്ച് അവർ കുളിപ്പിച്ച് തോർത്തി എന്നെ ആശുപത്രി കൊണ്ടുപോയി. പള്ളി ആശുപത്രി 70 രൂപയായി. 800 ഏതാണ്ടുമായി അവിടെ ആശുപത്രിയിൽ. അതവൻ കൊടുക്കുകയും ചെയ്തു. അവനല്ല കൊടുത്ത, വേറൊരു പെണ്ണ് ഞങ്ങളുടെ ഒരു സംഗതി പെണ്ണാണ് കൊടുത്തത്. സേവള്ള ആ പെണ്ണ് കാശ് കൊടുത്ത് ഹിന്ദു കലാകാരന്റെ വീട്ടിൽ പണിക്ക് പോണവന്. ഇതിനു മുമ്പ് ഒരു തവണ വീണില്ലേ? വീണ്. അതെങ്ങനെയായിരുന്നു? അത് ഇതുപോലെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഉണക്ക സ്ഥലം എന്നും പറഞ്ഞ് കാലെടുത്ത് വെച്ച് കാല് തെറ്റി വീണതാ. എന്നിട്ട് ആ പെണ്ണെ കുളിപ്പിച്ച് എനിക്ക് സാരിയൊക്കെ തന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് കൂടെ വന്നപ്പോഴത്തേക്ക് അവൻ ചോദിച്ചു, അമ്മ ഈ സാരി എവിടെ നിർത്തത്? എടാ ഇന്ന വരച്ച് പറ്റിയടാ, എനിക്ക് ആ പെണ്ണ് ഉടുപ്പിച്ച് തന്നാന്ന് പറഞ്ഞു. ഉടുത്തണ്ട് ഞാനിവിടെ പറഞ്ഞ ആ സാരി ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ സെറ്റാ കൊടുക്കുള്ളൂ. അന്ന് വീണിട്ട് ഇതുപോലെ കുറെ നേരം കിടന്നു? ഇല്ല. അപ്പൊ തന്നെ പെണ്ണ് വന്ന് വലിച്ചു കയറ്റി. കൃഷ്ണൻ അത് ഇന്നിപ്പൊ എല്ലാരും ഇങ്ങനെ അറിഞ്ഞ് വരുന്നത് തോന്നുന്നു. തോന്നണെന്ന് അറിഞ്ഞിട്ടല്ലേ വന്നത്. ഇപ്പൊ 1 മണിക്കൂർ എന്നെ TV കാണിക്കണുണ്ട് എന്ന് പറയണ. എനിക്കറിയാൻ പാടില്ല. TV-യിൽ ഞാൻ കണ്ട്. അപ്പൊ ഇനി സൂക്ഷിച്ചൊക്കെ നടക്ക്. ആ വഴി പോകുമ്പോ ഇനി ആ വഴി പോകാനില്ല. ഇനി വേറെ അപ്പുറത്തുകൂടി റോഡുണ്ട്, അതിലേ പോരും. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇങ്ങനെ എണീറ്റ് നിക്കണം. ചേട്ടനെ എപ്പോഴാ അറിഞ്ഞത്? ഞാൻ അമ്മേനെ 2 മണി കൂടങ്ങി അന്വേഷിക്കണം. കറങ്ങി റോഡിൽ കറങ്ങി ലാസ്റ്റ് 4-ാമത്തെ പ്രാവശ്യം കറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ കടയിൽ ഒരാളിനോട് പറയണ ഞാൻ കേട്ടു. അപ്പൊ സൈക്കിൾ നിർത്തിയിട്ട് അന്വേഷിച്ചു. അപ്പൊ ആ ചേട്ടൻ വഴി പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അമ്മ സാധാരണ വന്ന വഴിക്കല്ല വേറെ വഴിക്ക് അമ്മ വന്ന വഴിക്കും വീട്ടിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ലാസ്റ്റ് പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. സാധാരണ ആൾനടയുള്ള വഴിയിൽ കൂടി ഒരു കയറുന്ന വെച്ചെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ എന്തോ ദൈവത്തിന്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ പ്രഷർ അടിച്ച് കോട്ടയത്തൊക്കെ മെഡിക്കലിലൊക്കെ കിടന്നു വെച്ചാൽ അതിന്റെ ഗുളിയൊക്കെ കഴിച്ചോണ്ടിരിക്കണായിരുന്നു. അപ്പൊ അമ്മ ഞാൻ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെ മുട്ടടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ ഇരുന്ന എന്റെ കൈയും കാലും അടാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം വരുമെന്ന് പറഞ്ഞ കാരണം അന്ന് അമ്മ പോയിക്കോ, ഞാൻ കൊണ്ട് കാലത്ത് കൊണ്ടാക്കും, ഉച്ചക്ക് കൊണ്ട് തിരിച്ചു വരും. സാധാരണ ഞാൻ സൈക്കിളിന് ചെന്ന് അന്വേഷിക്കും. അപ്പൊ ഞാൻ ഇവിടെ 2 മണിയായപ്പോ ഈ പണി സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയിട്ട് ആളെ കാണാനില്ല. അപ്പൊ ഞാനിങ്ങനെ എല്ലായിടത്തും റോട്ടിൽ കൂടി പോയത് 3-4 റോഡിന്റെ വഴിയുണ്ട് ഇങ്ങാട് വരാനായിട്ട്. ആ വഴിയിലൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. ഈ വീടിനകത്ത് കയറിയിട്ട് ആ പറമ്പിന്റെ മൂല കൂടി ഇങ്ങാട് വന്നേക്കണം. മെയിൻ റോഡിലൊക്കെ ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. ഇത് ഉള്ളിലോട്ട് മാറിയിട്ട് ഒരു ഇടവഴിയാണ്. അത് കാരണം കാണാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോ ഒരു പയ്യനെടുത്ത് നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോലീസുകാരൊക്കെ വന്ന് പിടിച്ച് കയറ്റി. മറ്റേ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ വന്ന് വിളിച്ച് അപ്പം തന്നെ അവരറിഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് പിടിച്ച് കയറ്റി കുളിപ്പിച്ച്. പിന്നെ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ജനങ്ങളൊക്കെ കൂടി സഹകരിച്ച കാരണം എൻ്റെ അമ്മ ഇന്നും ജീവിച്ചിരിക്കണേ.